ഇന്ത്യ മുന്നണി അപകടത്തിലോ എന്നാണ് ചോദ്യം. സ്മൃതി, നമ്മുടെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി വോട്ട് അധികാര യാത്രയെ തുടർന്ന് ശക്തിയാർജിച്ചു വരികയായിരുന്നു. രാജ്യമൊട്ടാകെ ഒരു പ്രതിപക്ഷത്തിനൊരു ഐക്യമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്കും വോട്ടധികാര യാത്രയ്ക്കും കഴിഞ്ഞു. ബീഹാറിലെ ആ വലിയ റാലി നൽകിയ ആത്മവിശ്വാസത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ സുദർശൻ റെഡ്ഡിയെ പുറത്തിറക്കിയപ്പോൾ ഒരു തെലുങ്കു വികാരം, ഭരണഘടനയെ സംരക്ഷിക്കുന്നു എന്നുള്ള വികാരം, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ സാധിച്ചു. അതിലും വിജയിച്ചു. പക്ഷേ വോട്ടെടുക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, പിന്നോക്കം പോവുകയും ചെയ്തു. 324 പ്രതീക്ഷിച്ചു, 315 ഉറപ്പാകുമെന്ന് കരുതി 300 ഒതുങ്ങുന്ന സാഹചര്യമുണ്ടായി. മറുഭാഗത്ത് 13 വോട്ടുകൾ കൂടുകയും ചെയ്തു. അപ്പോൾ ഇത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന ഇന്ത്യ മുന്നണി അപകടത്തിലാണ് എന്നാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് വോട്ടർ അധികാർ യാത്ര ജനങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയിൽ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതും ഉപരാഷ്ട്രപതിക്കായുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നത് തന്നെ രാജ്യത്ത് നടാടെ ഉണ്ടായിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് അതിനെ കാണാം. ഇനി ഇതിൻ്റെ വോട്ടിംഗ് നില നോക്കുകയാണെങ്കിൽ 768 പേർ വോട്ട് ചെയ്തതിൽ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ട് മാത്രം കിട്ടി. CP രാധാകൃഷ്ണന് 452 എന്നതാണല്ലോ. ഇപ്പോൾ 2022 ധൻകർ 528 വോട്ട് നേടി ഭൂരിപക്ഷം ജയിച്ചെടുത്ത് അതിന് 1/3 ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. അതുകൂടി വിലയിരുത്തണമല്ലോ. 152 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 2002 ഭൈരോൺ സിംഗ് ഷെഖാവത്ത് നേടിയ 149 വോട്ടിൻ്റെ കുറഞ്ഞ ഭൂരിപക്ഷം, അത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ CP രാധാകൃഷ്ണൻ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ മേനി പറയാനൊന്നുമില്ല. ആകെ ഒരു കാര്യമുള്ളത് ഈ പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ട് പോയല്ലോ എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അത് തെളിയും. അത് കോൺഗ്രസിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടോ, അതായത് ഗുജറാത്തിലെ ചിലർ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ചില MP-മാർ അങ്ങനെ ക്രോസ് വോട്ടിംഗ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം അവിടെ നിൽക്കുന്നു. DMK-യുടെ കാര്യത്തിലും സംശയം എന്നുള്ള സൂചനകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിലൊരു ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പരിശോധിക്കേണ്ടതാണ് എന്നതിനപ്പുറം അതൊരു ഐക്യത്തിന് വലിയ ഒരു ആഘാതം സൃഷ്ടിച്ചിരിക്കുന്ന രൂപത്തിലേക്ക് അത് മാറി എന്ന് ഞാൻ കരുതുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ നില തീരുമാനിക്കുന്നത് എന്തായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ കാണുന്നില്ല. അത് അവർ ഉയർത്തുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഈ വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയം എന്നുള്ളത് വോട്ട് ചോരി വിഷയമാണ്. ആ വോട്ട് ചോരി വിഷയം എത്രത്തോളം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നേടിത്തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന വാചകങ്ങൾ കേൾക്കാൻ, വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കാണാൻ എത്രയധികം ആളുകൾ ഉണ്ടായി എന്നത് കണക്കുകൾ സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഉന്നയിക്കുന്ന, ജനങ്ങൾക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ, ജനങ്ങളുടെ ആശങ്കകൾ, അതിനോട് ചേർന്ന് നിന്നുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. സംവാദങ്ങളായാലും പ്രതികരണങ്ങളായും ജനപക്ഷത്തു നിന്നും അവിടെ നടത്തുകയാണ്. അപ്പുറത്ത് സർക്കാരിൽ നിന്നും അത്തരം പ്രതികരണങ്ങളല്ല വരുന്നത്. അവിടെ മറുപടികളായി ചില വികസന നേട്ടങ്ങൾ വിവരിക്കുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണോ ചോദ്യം, ആ ചോദ്യത്തിനുള്ള മറുപടിയായി എന്തെങ്കിലും വരാറുണ്ടോ? ഒന്നുകിൽ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക, ആ രീതിയിൽ ഒരു രാഷ്ട്രീയ വൈര്യം വളർത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുക എന്നതിനപ്പുറം നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്നടക്കം ആ തരത്തിൽ കൃത്യമായ മറുപടികൾ, വോട്ട് ചോരിയിൽ മറുപടി നമുക്ക് ഇതുവരെ പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇതുവരെ കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ തരത്തിൽ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചോരിയിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അത് ഒരു പരിധിവരെ സുപ്രീം കോടതിക്കും ബോധ്യമാവുകയാണ്. സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ വാദങ്ങളും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ആധാർ തന്നെ ഒരു പ്രധാനപ്പെട്ട ഐഡിയ ആയി എടുക്കാം എന്ന് സുപ്രീം കോടതി അവസാനം പറഞ്ഞെടുത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് എല്ലാം എന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും അങ്ങോട്ട് സമയമുണ്ട്. പിഴവുകൾ തിരുത്താനുള്ള സമയമാണ്. ഇത്തരത്തിൽ ഐക്യത്തിൽ എന്തെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ പോയി എന്ന് പറയുന്ന ഒന്ന് ആപ്പിൻ്റെ വോട്ടുകളാണ്. ആപ്പ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ല, പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നവരാണ്. ആ വോട്ട് പ്രതീക്ഷിക്കാതെ തന്നെ 315 കിട്ടും എന്നാണ് നേരത്തെ ജയറാം രമേശ് പറഞ്ഞിരുന്നത്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കുമ്പോൾ ഏത് രൂപത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകൾ തിരഞ്ഞെടുപ്പിൽ കളം മാറുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. എങ്ങനെയാണ് കളം മാറിയിട്ടുള്ളത്? അപ്പോൾ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും അത് സംഭവിച്ചിട്ടുണ്ടോ? ഇനിയുള്ളത് ശിവസേനയാണല്ലോ, ശിവസേന ഉദ്ധവ് വിഭാഗം. അതിൽ തന്നെ ചില MP-മാർ ഷിൻഡെ വിഭാഗത്തിലേക്ക് അടുക്കുന്നു എന്ന സൂചനകൾക്കിടെയാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഷിൻഡെക്ക് വേണ്ടി ഷിൻഡെ അവിടെ ചരട് വലി നടത്തിയിട്ടുണ്ടാകാം, അവിടേക്ക് പോയിട്ടുണ്ടാകാം, മറിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. ഇനി DMK-യിൽ നിന്നടക്കം പോയിട്ടുണ്ടെങ്കിൽ അത് DMK-യും ഗൗരവത്തിൽ പരിശോധിക്കണം. കാരണം ഒരു കൃത്യമായ നിലപാടെടുത്തൊക്കെ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്കാണല്ലോ അവർ പ്രതികരിച്ചിട്ടുമുള്ളത്. അപ്പോൾ അത് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഇതൊരു പാഠമാണ്.
ഇതൊരു പാഠമാണ്. ഇത് മുന്നോട്ടുള്ള പോക്കിന് കുറച്ചുകൂടി കരുതൽ നൽകാൻ പ്രതിപക്ഷത്തിന് ശക്തി പകരും, അതിൽ കുറച്ചുകൂടി ജാഗ്രതാക്കും അവരെ എന്നുള്ളതാണ് കരുതുന്നത്. അല്ലാതെ ഒരു പെസിമിസ്റ്റായി ഞാൻ അതിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അപകടത്തിലാണ് ഇന്ത്യ മുന്നണി എന്ന് ഞാൻ കരുതുന്നേയില്ല. ഓക്കെ, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 13 വോട്ടോളം ചോർന്നതോടെ ഇന്ത്യ മുന്നണി അപകടത്തിലായോ എൻ്റെ വയസ്സ്? ഈ മുഖം നന്നാത്തതിന് കണ്ണാടി തല്ലി പൊടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ആം ആദ്മി പാർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ നേരത്തെ. ഈ ആം ആദ്മി പാർട്ടിക്ക് ഒരു ആവശ്യം വന്ന സമയത്തും അവരുടെ ഏക മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ഡൽഹിയിൽ മത്സരം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് അവരെ കൂടെ നിന്നിട്ടില്ല. പിന്നെ അവരെന്തിനാണ് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിൽക്കുന്നത്? അവരതിൻ്റെ ഭാഗമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, അതിൻ്റെ കൂടെ ഉന്തിനൊരു തള്ളെന്ന് പറയുന്ന പോലെ അവരവിടെ കൂടെ നിൽക്കുന്നതിനപ്പുറം ഇവർക്ക് അവരോട് പറയാൻ ഒരു അധികാരമില്ല. കാരണം കിട്ടിയാൽ വാങ്ങിക്കോളുക, അതിനേക്കാൾ അപ്പുറമൊന്നുമില്ല. അതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് 324 കണക്കാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പിന്നെ മഹാരാഷ്ട്രയിലെ അവസ്ഥ. അവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ്. ശിവസേന പക്ഷത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. കാരണം അവർ പിരിഞ്ഞ് 500 പീസായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് അവർ പിന്നെ ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകണമെന്ന് ആലോചിച്ചിരിക്കുന്ന എം പിമാർ അവിടെ കൂടുതലാണ്. പക്ഷേ ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ? ഈ കോൺഗ്രസ് പാർട്ടി പണ്ട് കാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ പ്രാദേശിക പാർട്ടിയിലും കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയതുകൊണ്ടാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന പ്രാദേശിക പാർട്ടികളെ ഒറ്റക്കെട്ടായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം എന്താ? ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടീൻ്റെ അനുസരിച്ചുള്ള നിലപാടുകളാണ്. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഡൽഹിയിൽ ഇലക്ഷൻ വന്നു, അവിടെ കോൺഗ്രസ് മത്സരിക്കണം, അപ്പോൾ ശിവസേനയെ വിട്ടു. കേരളത്തിൽ ഇലക്ഷൻ വരുന്നു, CPM ഒഴിവാക്കണം, അവരെ വിട്ടു. പിന്നെ കർണാടകയിൽ വരുമ്പോൾ എന്താണ്, ഇവർ ഉദ്ദേശിക്കുന്ന സീറ്റ് കിട്ടുന്നില്ലേ, അവരോട് നിൽക്കില്ല. ഇങ്ങനെ പറഞ്ഞ സംവിധാനങ്ങൾ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ ഘടകകക്ഷികളെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ കഴിയുന്നുണ്ടോ? ഘടകകക്ഷികളെ കൂട്ടിപ്പിടിച്ച് നിർത്താനുണ്ടെങ്കിൽ മാത്രമല്ലേ ഈ പറഞ്ഞ മുന്നണിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് മുന്നണിയാണ്? ഇപ്പോൾ യാദൃശ്യമായി വന്ന ഒരു ഇലക്ഷനാണിത്. അല്ലെങ്കിൽ സാധാരണ ഇവരങ്ങനെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇവരെന്താ വിചാരിക്കുന്നത്? ഈ ബീഹാർ ഇലക്ഷൻ മാത്രം മുന്നിൽ കണ്ട് പോകുമായിരുന്നു. അതിനിടയ്ക്കാണ് യാദൃശ്യമായിട്ട് വന്നത്. അപ്പം കിട്ടേണ്ട സമയമായിരുന്നെങ്കിൽ, കാരണം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ. കാരണം ബീഹാർ ഇലക്ഷനും ഈ പറഞ്ഞ വോട്ട് ചോരിയും അധികാര യാത്രയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു വോട്ടിങ്ങിൽ പോലും ഇവർക്ക് ആളെ കൂട്ടി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് ഇന്ന് തന്നെയാണ് വലിച്ചതായത്. ഇപ്പം രാഹുൽ ഗാന്ധി അധികാര യാത്ര നടത്തുന്ന സമയത്ത് കേരളത്തിൽ ബീഡിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ VT ബൽറാം, ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. കാരണം BJPൻ്റെ കയ്യിലൊരു ആയുധം ഇല്ലാതെ ഇങ്ങനെ രാഹുൽ ഗാന്ധിനെ എവിടെ അടിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ തന്നെ സ്വന്തം പാർട്ടി ഇവിടുന്ന് അയച്ചു കൊടുക്കുകയാണ് BJPക്ക് അങ്ങോട്ട്. അത് വിളിച്ച് പറയാൻ പ്രസംഗം നടത്തിയാൽ പോകില്ല കേട്ടോ. അപ്പോൾ KPCCൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ട് പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ എന്താണ്, അവർക്ക് എല്ലാവർക്കും കിട്ടിക്കൊള്ളുമല്ലോ, ഒരാളെ പോലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ്. അപ്പോൾ ഇത് എപ്പോഴും കോൺഗ്രസിനെ വലിച്ച് താഴെയിടുന്നതും കോൺഗ്രസിനെ പ്രശ്നത്തിലുണ്ടാക്കുന്നതും എല്ലാം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അവരുടെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്നുണ്ടോ? അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുന്നുണ്ടോ? അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? അവരെയും കൂടെ കേട്ടിട്ടാണോ ഈ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത്? അതുപോലെ തന്നെയല്ലേ തിരിച്ചും കിട്ടുള്ളൂ. അപ്പോൾ അതല്ലാതെ പിന്നെ ഉപരാഷ്ട്രപതി ഇലക്ഷൻ വരികയാണ്. ഉപരാഷ്ട്രപതി ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തോണം എന്ന് ആഹ്വാനിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം എന്താണ്, ഇവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ ഒന്നൊന്ന് തീരുമാനിച്ചിട്ട് മാത്രമല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നെ എന്താ സംഭവം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ മാത്രമാണല്ലോ അവരെ മുന്നിലുണ്ടായിരുന്ന ഏക ലക്ഷ്യമെന്ന് പറയുന്നത്. അതുമായി മുന്നോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അവിടെയും പ്രോപ്പറായിട്ടാണോ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്? അവിടെ നിന്ന് ശക്തമായ പാർട്ടി എതിരായി നിൽക്കുന്ന BJP ആണ്. BJP, ഞാൻ എപ്പോഴും നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ BJPൻ്റെ ഇലക്ഷൻ നടക്കുന്നത് 2025 പിന്നെ 24 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പറയുമല്ലോ 250 സീറ്റിനധികം പിന്നെ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടുന്ന് മീറ്റ് ടെസ്റ്റിൽ ഞാൻ പറയുന്നിരിക്കുന്നുണ്ടായിരുന്നല്ലോ 280 ശേഷം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ കിട്ടാനാണ് എന്ന്. ഇവരാണ് നാഷണൽ ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അവർ നമ്മളോട് ചോദിക്കും ഇതെങ്ങനെ കിട്ടാനാണ് എന്ന്. കാരണം അവർക്ക് തന്നെ ഒരു വിശ്വാസമില്ല ഇത് കിട്ടുമോ കിട്ടില്ലയോ എന്ന്. അപ്പം ഇവർക്കിങ്ങനെ ലോട്ടറി അടിച്ച പോലെ കിട്ടുന്നതുകൊണ്ടാണ്. അല്ലാതെ ഈ ജനങ്ങൾ ഈ അധികാരത്തോട് മടുത്ത് നിവൃത്തിയില്ലാതെ കോൺഗ്രസിൻ്റെ കയ്യിൽ വെള്ളിത്താളത്തിൽ വെച്ച് കൊടുക്കുന്ന സാധനം എടുത്ത് അനുഭവിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കോൺഗ്രസ് പണിയെടുത്തിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ. രാഹുൽ ഗാന്ധി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മറ്റു
മറ്റുള്ള നേതാക്കന്മാർ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കാരണം എത്രയോ മുതിർന്ന നേതാക്കന്മാരായിരുന്നു ഈ 2011-12 കാലങ്ങളിലൊക്കെ. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെ നോക്കിയാൽ നമുക്ക് ഞെട്ടിപ്പോകും. കാരണം നിരയായിട്ട് നിൽക്കുകയാണ് നേതാക്കന്മാർ. ഇപ്പം നമ്മളങ്ങനെ കാണുന്നുണ്ടോ? നമ്മളൊരു 4, 5, 6 നേതാക്കന്മാരിൽ ഒതുങ്ങി എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി തന്നെ കോൺഗ്രസിന് എത്ര നേതാക്കന്മാരായിരുന്നു? ഇപ്പോൾ കോൺഗ്രസിന് എത്ര നേതാക്കന്മാർ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാനുണ്ട്? നമുക്ക് പറഞ്ഞാൽ കേട്ടോ 1, 2 ആൾക്കാർ, അത് പകുതി ആൾക്കാരും പുറത്താണ്. ഈ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നേതൃനിരേനെ രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇനി അടുത്ത അധികാരത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയായിരിക്കും കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഇവിടെ കേരളത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ 2ാം നിര ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞല്ലോ. ആ 2ാം നിരേനെ ഇപ്പോൾ കാണാനുണ്ടോ? അതുപോലെ തന്നെയാണ് അവിടെ. നമുക്കൊരു നിരേനെ കാണാനില്ല. ആ നിര ഇല്ലാതായിട്ടുണ്ട്. ആ നിര ഇല്ലാതായത് ആർക്ക് മനസ്സിലാകുന്നുണ്ട്? ഘടകകക്ഷികൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേരളത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിം ലീഗ് സാറ്റിസ്ഫൈഡ് ആണോ? കേരള കോൺഗ്രസ് സാറ്റിസ്ഫൈഡ് ആണോ? ഏതെങ്കിലും പാർട്ടികൾ സാറ്റിസ്ഫൈഡ് ആണോ ഇവരുടെ ഘടകകക്ഷിയായി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞൊരു ചെറിയ ഉദാഹരണം, ഒരു സംസ്ഥാനത്തെ ഉദാഹരണം പറയുന്നത്. അതിന് കാരണക്കാരെ ഈ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ CMPയോ ഒന്നുമല്ലല്ലോ. അതിനെല്ലാം കാരണക്കാർ കോൺഗ്രസ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് നാഷണൽ ലെവലിലും. ഈ പറഞ്ഞ ആം ആദ്മിനെയും ഈ പറഞ്ഞ ശിവസേനയെയും DMKനെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ കഴിയാതെ പോകുന്നത് ആരുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്? കോൺഗ്രസിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് എന്നുള്ള ഒരു വലിയ ബലം ഉണ്ടായിരുന്നു. കാരണം ഈ ചിദംബരത്തെ പോലെയൊക്കെ ആൾക്കാരെ ഇറങ്ങി നിന്ന് ഇങ്ങനെ കൈകാര്യം ചെയ്ത് കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്ന സാധനം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് പറയുക, ഈ ഘടകകക്ഷിക്ക് ഈ പാർട്ടിയോടും ഇന്ത്യ മുന്നണിയോടും കോൺഗ്രസിനോടുള്ള മുതിർന്ന ആൾക്കാരോടുള്ള സ്നേഹം വെച്ചിട്ട് പിന്നെയും നമ്മൾ ചെയ്യുക. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഞാൻ ജനിച്ച കാലം തുടങ്ങി കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതുപോലെയുള്ള കുറച്ച് രാഷ്ട്രീയ മുന്നണികളുണ്ട്, DMKനെ പോലെയുള്ള ആൾക്കാർ. കാരണം DMK സംബന്ധിച്ചിടത്തോളം അവർക്ക് ദ്രാവിഡ മുന്നേറ്റ കഴകമെന്ന് പറഞ്ഞാൽ അവർക്ക് ദ്രാവിഡ സംവിധാനം വിട്ടിട്ട് BJPൻ്റെ കൂടെ ഒന്നും പോയി ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരെ നമ്മൾ നിവൃത്തിയില്ല. അവരാരോട് തന്നെ നിൽക്കും, അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ അതിൽ തന്നെ ചിലപ്പോൾ ഭിന്നിപ്പുണ്ടാവും. കാരണം ഇങ്ങനെ ചെറിയ സ്ഥലത്ത് BJP കയറി വരുന്നതിന് അനുസരിച്ചിട്ട് അതിൽ തന്നെ ഭിന്നിപ്പുണ്ടാവും. അങ്ങനെയാണല്ലോ ഇത് വളർന്ന് വരുന്നത്. അപ്പം ഈ 2024 ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഇത്രയും സീറ്റ് കിട്ടി, ഇത്രയും കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്നേ. കാരണം അവരാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പം ഇപ്പം CP രാധാകൃഷ്ണനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? കാരണം CP രാധാകൃഷ്ണന് BJPൻ്റെ വോട്ടേ കിട്ടേണ്ട കാര്യമുള്ളൂ. അവരതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ അതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടുകയാണ്. അപ്പോൾ അത് വോട്ട് കിട്ടുമ്പോൾ അതിന് ജയിച്ചതായി കണക്കാക്കുക എന്നുള്ളതിന് പകരം നമ്മളിവിടെ ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ലല്ലോ. ഇതിനിപ്പം പോയിട്ട് വോട്ടിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണെന്നും വാഷിംഗ് മെഷീനിൽ കുത്തിയതുകൊണ്ടാണ് വോട്ട് വന്നതെന്നൊന്നും പറയാൻ പറ്റുമല്ലോ. കറക്റ്റ് അതൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ അപ്പോൾ ഇത് തന്നെയാണ് മൊത്തത്തിൽ നടക്കുന്നത്. പൊതുവായിട്ട് നടക്കുന്ന സംവിധാനം ഇതിനൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടിയിട്ട് സമരം നടത്തുന്നറിയോ? വോട്ട് ചോദിക്കെതിരെ സമരം നടത്തുകയാണ്. കള്ള വോട്ടിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വന്തം പാർട്ടിയിലെ വോട്ട് കൊണ്ട് ഒരു അപ്പുറം കണ്ട കളയുന്നത്. അപ്പം ഇത് കോൺഗ്രസ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ട് ഇനി ഞാൻ പറയുന്നത് ഇതിനെങ്കിലും പാളം ഉൾക്കൊള്ളണമെന്നേ. ഇവർക്ക് ഈ മുന്നണികളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അതിനൊരു പ്ലാനുണ്ടോ? ഒരു ലോങ് ലെവലിൽ പ്ലാനുണ്ടോ? ഇനിയിപ്പോൾ മിണ്ടാതിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ബീഹാർ ഇലക്ഷൻ മാത്രം ഫോക്കസ് ചെയ്ത് മിണ്ടാതിരിക്കും. ഇനിയിപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത് 2030 ഇലക്ഷൻ ആയിരിക്കും കേട്ടോ. അല്ല 29 ഇലക്ഷൻ ആയിരിക്കും. 28 തുടങ്ങും. ഇന്ത്യ മുന്നണിയൊക്കെ തട്ടിക്കൂട്ടി ഒരു സാധനം കൊണ്ടുപോകും. അതുവരെ ഈ പാർട്ടികൾ അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ സംസ്ഥാന തലങ്ങളിലെ ഇലക്ഷനിൽ മുഴുവൻ സ്വന്തം മുന്നണിക്കെതിരെ മത്സരിക്കും. പോയിട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന് CPM-നെതിരെ മത്സരിക്കും, CPI-ക്കെതിരെ മത്സരിക്കും, DMK-ക്കെതിരെ പോയിട്ട് അവിടെ തമിഴ്നാട്ടിൽ മത്സരിക്കും, കർണാടകയിൽ പോയിട്ട് അത് മത്സരിക്കും. എല്ലാം വിഭിന്നിച്ച് കൊണ്ടുപോകും. എന്നാൽ ഇതിനെതിരെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയല്ലേ? ലോകത്തുള്ള രാജ്യങ്ങൾ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിൻ്റെ അകത്തൊരു ഐക്യം ഉണ്ടാവും. അതിൻ്റെ അകത്ത് 40%, 30% അങ്ങോട്ടോ കൊടുത്തിട്ട് ഒരു സംവിധാനത്തിൽ എന്നിട്ട് അവർ രാജ്യത്തിൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടി ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്നില്ലല്ലോ. പറയുമെന്ന് പറയോ, ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്, ഞങ്ങൾ ഈ വോട്ടിൽ നിന്ന് മാറി നിൽക്കണോ, ഞങ്ങൾ ഈ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കണോ? അങ്ങനെയല്ല. ഇലക്ഷൻ മാറി നിൽക്കുക എന്നുള്ളതല്ല. നമുക്ക് ശക്തിയുള്ള സ്ഥലത്ത്, കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. തെലങ്കാനയിൽ ഇവർക്കൊരു ഘടകകക്ഷിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? തമിഴ്നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? അവിടെയാണല്ലോ ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. അല്ലാതെ നിങ്ങൾ പോയി മധ്യപ്രദേശിൽ ഉയർത്തിക്കൊണ്ട് വരൂ, നിങ്ങൾ പോയി ഗുജറാത്തിൽ കാരണം അവിടെ കോൺഗ്രസ് ഇല്ലയെന്ന്. അവിടെ ചെന്ന് എങ്ങനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാനാണ്? ഘടകകക്ഷികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഇതൊരു വലിയ പ്ലാൻ ഉണ്ടാവണം കോൺഗ്രസ്സിന്. ആ പ്ലാനൊക്കെ ഉണ്ടായി വരണമെങ്കിൽ നേരം വെളുക്കും. ഞാൻ വിചാരിക്കുന്നില്ല 29, 28 നടക്കുമെന്ന്. അതിനനുസരിച്ചുള്ള ഉദാഹരണങ്ങളാണ്. കാരണം വലിയ രീതി ശക്തമായി എല്ലാ മുന്നണികളും കൂടി നിന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമരത്തിൻ്റെ പുറത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വന്തം പാർട്ടിയിലുള്ള വോട്ട്, അത് 500 വോട്ടാണേ,
500-ലധികം വോട്ട് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. എന്നിട്ടാണ് ഇവിടെ 100-130 കോടി ജനങ്ങളുടെ പകുതി വോട്ട് പിടിക്കാൻ പോകുന്നത്. ഈ രണ്ട് തരം അല്ല തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് നേതാക്കന്മാരുടെ പോണേ. ഇത് 2 തരം തെരഞ്ഞെടുപ്പ് നേതാക്കന്മാരുടെ വോട്ടല്ലേ പോണേ, അണികളുടെ അല്ലല്ലോ. എംപിമാരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അത് സ്വന്തം എംപിമാർ, വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ, മുഖത്തോട് മുഖം പരിചയമുള്ള ആൾക്കാർ കള്ളവോട്ട് ചെയ്താൽ. അരുൺ സാർ ഞാൻ ഒന്നിച്ച് ഭയങ്കര പരിചയക്കാരാണ്. ഞാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ പോവാ, അവിടെ ചെന്നിട്ട് ഒരാൾ BJP വോട്ട് ചെയ്ത അവസ്ഥ എന്താ? അതല്ലേ നടക്കുന്നേ. മാത്രമല്ല സാർ, ഇതിനകത്ത് നമ്മൾ ഈ 15 പേരുടെ മാത്രമല്ല 40 പേരുടെ കണക്കാണ് പറയുന്നത്. അതായത് 15 പേര് ഇൻവാലിഡ് ആക്കി, 14 പേര് വിട്ടുനിന്നു. അപ്പം മൊത്തം 29ആയി. പിന്നെ അതിന് ശേഷമാണ് ബാക്കി കൂടിയിരിക്കുന്ന വോട്ടുകൾ. പക്ഷെ നോക്കൂ, BJP അവരുടെ ക്യാമ്പിൽ കണക്ക് കൂട്ടിയ 427 എന്നുള്ള നമ്പറിൽ നിന്ന് 25ഓളം കൂടുതൽ കിട്ടിയെന്നാണ് പറയുന്നത്. ശരിയാണ്, YS രാജശേഖര റെഡ്ഡിയുടെ പാർട്ടിയും കൂടെ അവരുടെ ഒപ്പം വരുന്നു. അപ്പോൾ നോക്കൂ, അതിലും ആ അർത്ഥത്തിൽ പറഞ്ഞാൽ അവർ പ്ലാൻ ചെയ്യുന്ന കൂടുതൽ കിട്ടി. ഇപ്പുറത്താണെങ്കിൽ പ്ലാൻ ചെയ്തത് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള തരംഗം എന്താണ് എന്നുള്ളത് അവർക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതൊരു വലിയ പരാജയമല്ലേ? ഞാൻ പറഞ്ഞതിന് കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞില്ല, ഞാൻ പറയും BJPക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണത്. അണികളുടെ വോട്ടാണ് നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് പറയാം. ഇതാ അണികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അണികൾ ഇത് പല ആസ്പെക്ട്സ് നോക്കിയിട്ട് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തെന്നൊക്കെ പറയാം. നേതാക്കന്മാരെ തെക്കേ ഇന്ത്യയിൽ ഈ പറയുന്ന ഘടകകക്ഷികളുമായിട്ട് ഇപ്പം കോൺഗ്രസിന് CPM ആയിട്ട് ഇവിടെ ചേരാൻ പറ്റൂ? അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അതൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി, ആ ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ CPM ആയിട്ട് ചേരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നു. എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് CPM തോൽപ്പിക്കാൻ വേണ്ടി. നമ്മൾ എല്ലാ കാലത്തും ചോദിക്കുന്ന ചോദ്യമാണ്, രാഹുൽ ഗാന്ധി CPM തോൽപ്പിക്കാനാണോ മത്സരിക്കുന്നത്? പക്ഷേ എന്താണ്, ഈ രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റിയ നോർത്ത് ഇന്ത്യയിലെ മണ്ഡലങ്ങളിൽ പോയി മത്സരിക്കുമ്പോൾ ആ സംസ്ഥാനത്തിനൊരു നേതൃത്വം കൊടുക്കാൻ കഴിയും അവിടെ മത്സരിച്ചാൽ. ഇവിടെ ഇത്രയധികം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും 10-20 MPമാരും ഉള്ള സ്ഥലത്ത് രാഹുൽ ഗാന്ധിൻ്റെയും കൂടി ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുമ്പോൾ അത് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമോ എങ്ങനെ, അയ്യോ അങ്ങനെയൊന്നും ആവശ്യമില്ല, അങ്ങനെ അത് ഞങ്ങൾ വിചാരം ഞങ്ങളുടെ നേതാവിനെ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് പ്രധാനമന്ത്രിയാക്കുക. അതോടുകൂടി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഉറപ്പിക്കാം ഏതാണ് ഇവിടെ ഒരു പ്രധാനമന്ത്രി വരില്ല എന്ന്. കാരണം അത് ലോകം മുഴുവൻ അവർക്ക് കാര്യം മനസ്സിലാവും. സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കും, അത് കേരളം പോലെ സ്ഥലത്ത് മത്സരിക്കുമ്പോൾ. അതാണ് ഞാൻ പറയുന്നത്, സ്ട്രാറ്റജീൻ്റെ പ്ലാനാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വേറെ കാര്യം. പക്ഷെ അത് ചെയ്യാൻ പറ്റണം. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചത് വേറെ സേഫ് സീറ്റ് വേറെ കിട്ടാത്തതുകൊണ്ട് ശരി. ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി നമ്മൾ ഈ ദീർഘവീക്ഷണം എപ്പോഴും പറയുമല്ലോ. എന്താണ് ദീർഘവീക്ഷണം? അങ്ങനെയാണെന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെയാണെന്നേ. അല്ലാതെ എന്താണ് AK-47 വെച്ചിട്ട് ബീരങ്കി വെച്ച് വെടിവെച്ചിട്ടല്ല, പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയി നേടിയെടുത്താണ് ഇതൊക്കെ. അതുപോലെ തന്നെയാണല്ലോ ഒരു പാർട്ടിനെ അധികാരത്തിൽ എത്താൻ വേണ്ടി പണിയെടുക്കുന്നത്, അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ത്യ മുന്നണി അപകടത്തിലാണോ എന്ന ചോദ്യത്തിന് ഇന്ത്യ മുന്നണി അപകടത്തിലാണ് എന്ന് തന്നെയാണ് എൻ്റെ ഭാഗം. അതോടൊപ്പം തന്നെ പറയാം, NDAക്ക് ആത്മവിശ്വാസം ഇരട്ടിക്കുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ. ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണി അപകടത്തിലാണ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയുക, NDA കുറച്ചുകൂടി സേഫായിരിക്കുന്നു, സുരക്ഷിതമായിരിക്കുന്നു. മോദിയും അമിത്ഷായും JP നദ്ദയും BJPയുടെ ക്യാമ്പിൽ ആത്മവിശ്വാസം തിരതല്ലുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. അത് മോദിയെയും അമിത്ഷായും ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ എഴുതിത്തള്ളാൻ ആയിട്ടില്ല എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത്. എങ്ങനെയാണ് ഒരു പോൾ മാനേജ് ചെയ്യേണ്ടത്? അത് വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ ആണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പാണെങ്കിലും എങ്ങനെയാണ് പോൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഡീറ്റെയിൽഡ് ഡിസൈനും പ്ലാനുമുള്ള ഒരു പാർട്ടിയാണ് BJP എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട്, കണക്കുകളിലൂടെ നമുക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ കിരൺ റിജ്ജുവിൻ്റെ ഒരു ട്വീറ്റ് നേരത്തെ വന്നിരുന്നു. കിരൺ റിജ്ജു തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് ശേഷം കിരൺ റിജ്ജു അഭിനന്ദിച്ച വാചകം ഇതാണ്: സ്പെഷ്യൽ താങ്ക്സ് ടു സം MPs of India Alliance who voted with a conscience for NDA candidate in the vice president election. ഇന്ത്യ മുന്നണിയിലെ MPമാർക്ക് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ വിളി കേട്ട് NDAയുടെ CP രാധാകൃഷ്ണനെ വിജയിപ്പിച്ചതിലും പിന്തുണ പ്രഖ്യാപിച്ചതിലും NDAയുടെ മന്ത്രി, പാർലമെൻ്ററി കാര്യമന്ത്രി നന്ദി പറയുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ ഞാൻ വളരെ സൂക്ഷ്മമായി വിലയിരുത്തണമെന്ന് പറയുന്ന ആളാണ്. രണ്ട് രീതിയിൽ: ഒന്ന്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെയുള്ള രാഷ്ട്രീയ നീക്കം, അതിനുശേഷം മുന്നണികളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞത്, ഇത് നൽകുന്ന സന്ദേശം എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്കതിനെ എടുക്കാം. സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത്
വലിയ രീതിയിൽ പ്രചരണം മുൻപോട്ട് വെച്ചു. അതിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആളുകളൊക്കെ വരും എന്നുള്ളതാണ്. ഒരു വേള ശശി തരൂരിൻ്റെ പേരൊക്കെ പരിഗണിക്കുന്നു എന്ന തലത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ BJP വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുത്തത്. CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് കാര്യം നോക്കൂ, BJPയുടെ തിരിച്ചുവരവ് ചെറുതല്ല കേട്ടോ. കാരണം ജഗദീപ് ധൻകർ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും രാജിവെച്ചൊഴിയുകയും BJP ക്യാമ്പിൽ ഇത് വലിയ മ്ലാനത പടർത്തുകയും ചെയ്തു. അവിടെ നിന്നുള്ള തിരിച്ചുവരവ് എന്താണെന്ന് ചോദിക്കണം. പ്രതിപക്ഷം ജഗദീപ് ധൻകറിൻ്റെ വിഷയത്തിൽ പാർലമെൻറ്റിൽ ഉയർത്തിയ കൊടുങ്കാറ്റ് നമ്മൾ കണ്ടതാണ്. എവിടെ ജഗദീപ് ധൻകർ? ജഗദീപ് ധൻകർ വീട്ടുതടങ്കലിലല്ലേ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി പോലും പറയാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ജഗദീപ് ധൻകർ വളരെ കൃത്യമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സമയത്താണ് CP രാധാകൃഷ്ണനെ നിശ്ചയിച്ചുകൊണ്ടുള്ള BJPയുടെ വരവ്. CP രാധാകൃഷ്ണനെ നിശ്ചയിച്ചപ്പോൾ എന്ത് മെസ്സേജാണ് കൊടുത്തത് NDA? ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുണ്ടല്ലോ ആ രാഷ്ട്രീയ കൗശലം. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമല്ലേ തമിഴ്നാട്. ഉപദേശീയത എന്നുള്ളത് രാഷ്ട്രീയത്തിൽ, സബ് നാഷണലിസം എന്നുള്ളത് രാഷ്ട്രീയത്തിലെ വലിയ മൂലധനവും ഊർജവുമാണെന്ന് തിരിച്ചറിഞ്ഞ പാർട്ടിയുടെ പേരാണ് BJP എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായി സമയാസമയങ്ങളിൽ ദേശീയതയും ഉപദേശീയതയും, സബ് നാഷണലിസം, അതായത് തമിഴിയൻ്റെ വികാരം, മറാഠിയൻ്റെ വികാരം, തെലുങ്കിൻ്റെ വികാരം, ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും പ്ലാനിങ്ങുമുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് CP രാധാകൃഷ്ണനെ തീരുമാനിക്കുന്നത്. CP രാധാകൃഷ്ണനാണെങ്കിൽ ആ പദവിക്ക് അർഹനാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം CP രാധാകൃഷ്ണൻ അത്രമേൽ പാർലമെൻ്ററി അനുഭവമുണ്ട്. 1998 99 അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്ത് കോയമ്പത്തൂരിൽ തിരഞ്ഞെടുക്കപ്പെടുക, പാർലമെൻ്ററി രാഷ്ട്രീയത്തിലാണെങ്കിൽ അങ്ങനെ, ഗവർണർ പദവിയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ച ജാർഖണ്ഡ് ആണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും ഒക്കെ വളരെ സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം ആ പ്രവർത്തനം നടത്തിയ ആളാണ്. കേരളത്തിൽ സംഘടനാ മികവ് കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ട നേതാവാണ്. കാരണം കേരളത്തിൻ്റെ പ്രഭാരിയായിരുന്നു. ആ സമയത്ത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ കൂടെ നിർത്താൻ വേണ്ടി CP രാധാകൃഷ്ണൻ എടുത്ത നിലപാട് ശ്ലാഘനീയമാണ് BJPയുടെ പെർസ്പെക്റ്റീവിൽ. അപ്പോൾ വളരെ കൃത്യമായി സ്ഥാനാർത്ഥി പിച്ച് ചെയ്തു. അവിടെ തന്നെ NDAയുടെ ആദ്യത്തെ സ്ട്രാറ്റജി വിജയിച്ചു. തമിഴ്നാട്ടിൻ്റെ ഒരു സെന്റിമെന്റ്സ് കൂടി അതിനകത്ത് വരും. DMKയുടെ വോട്ട് ഷിഫ്റ്റ് ആവും എന്ന് കരുതി. തമിഴ്നാട്ടിലെ സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് മുമ്പ് പല ശ്രമങ്ങളും അതൊക്കെ വിജയിച്ചില്ലേ? എങ്ങനെയാ നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ BJPയുടെ അണ്ണാമലയെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടാക്കിയ തരംഗം ഇതുവരെ നമ്മൾ കാണാത്താണോ? ഒടുവിൽ അണ്ണാമലയെ അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെ നോക്കൂ, BJP തമിഴ്നാട്ടിൽ എങ്ങനെയാണ് കോൺഗ്രസിന് നിലനിൽക്കാൻ പറ്റാതെ പോയത്? അവിടേക്കാണ് BJP എന്ന് പറയുന്ന നാഷണൽ പാർട്ടി കരുതുന്നത്. അതെന്നും ദ്രവിഡ രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ്. അവിടെ പുറത്തുനിന്നൊരു പാർട്ടിക്ക് കോൺഗ്രസിൽ നിന്ന് പിന്നീട് ദ്രവിഡ രാഷ്ട്രീയത്തിലേക്ക് പോയി ഒരിക്കലും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അവിടേക്കൊരു കടന്നുവരവിനാണ് BJP ശ്രമിക്കുന്നത്. CP രാധാകൃഷ്ണൻ നിർത്തുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ കൗശലം ആ ശ്രമം വളരെ, ഞാൻ പറഞ്ഞത് വളരെ പ്ലാനിങ്ങോട് കൂടി നടത്തുന്നു എന്നുള്ളതാണ്. അതാണ് പോൾ മാനേജ്മെൻറ്റ് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത്. വളരെ ശ്രദ്ധാപൂർവ്വം നടത്തിയ പോൾ മാനേജ്മെൻ്റ് ആണത്. അതിനുശേഷം NDAയുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വളരെ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വേണം. മാർഗരറ്റ് ആൽവെയാണ് ജഗദീപ് ധൻകറിനോടൊപ്പം എതിരെ മത്സരിക്കാൻ വേണ്ടി നിർത്തിയത്. അന്നത്തെ മത്സരം അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. കാര്യം എന്താ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2022 ശേഷം ഇന്ത്യ മുന്നണിയുടെ നേട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ മാർഗരറ്റ് ആൽവ മത്സരിച്ച് 2022 തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമാണ്. അന്ന് ആ കണക്കെന്താ പറയുന്നത്? മാർഗരറ്റ് ആൽവയ്ക്ക് അന്ന് കിട്ടിയത് 182 വോട്ടോ മറ്റോ ആണ്. ഇപ്പോൾ സുദർശൻ റെഡ്ഡിക്ക് കിട്ടിയിരിക്കുന്നതാവട്ടെ 300 വോട്ടുകളാണ്. ഏകദേശം 118 വോട്ടിൻ്റെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക്. അന്ന് ഓർമ്മിക്കണം, 55 പാർട്ടി MP-മാർ മാർഗരറ്റ് ആൽവ മത്സരിക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയിൽ വോട്ട് ചെയ്യാതെ മാറി നിന്ന സാഹചര്യമുണ്ട്. അതായിരുന്നു അന്നത്തെ സാഹചര്യം. അന്നത്തെ സാഹചര്യത്തെ അപേക്ഷിച്ച് ഇന്ത്യ മുന്നണി മെച്ചപ്പെട്ട ഒരു നിലയിലാണ്. അതിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പയിനും ഒക്കെ ഗുണം ചെയ്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായും ഞാൻ ഓപ്പോസിഷനെ തള്ളിക്കളയാൻ തയ്യാറല്ല. പക്ഷേ ഇവിടെ NDAയുടെ മികവ് നമ്മൾ കാണാതെ പോകരുത്. ഇനി സുദർശൻ റെഡ്ഡിയെ നിർത്തുന്ന സമയത്ത് എന്ത് ഫീലിംഗ് ആണ്? ഇതേ ഉപദേശീയത തന്നെയാണ് അവർ പ്രധാനമായിട്ട് രാഷ്ട്രീയ ആയുധമാക്കാൻ ഉപയോഗിച്ചത്. തെലുങ്കാന എന്ന് പറയുന്ന വികാരം, തെലുങ്കാനയിൽ നിന്നുള്ള നേരത്തെ ഗോവയുടെയൊക്കെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട നിലപാടുകൾ, ഗോവ ലോകായുക്തയുടെയൊക്കെ കാര്യത്തിൽ നിർണായകമായി നിലപാടെടുത്ത, ആ സമയത്ത് ഇത് സുപ്രധാനമായ വിധി പ്രസ്താവങ്ങൾ നടത്തിയ സാൽവാ ജൂഡം പോലെയുള്ള ഒരുപക്ഷെ മനുഷ്യത്വരഹിതമായിട്ടുള്ള സംവിധാനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ജസ്റ്റിസിനെ തന്നെയാണ് അവിടെ നിർത്തുന്നത്. ഒരു നരേഷൻ കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ജയറാം രമേശ് അടക്കം പറയുന്നു, കോൺഗ്രസിനും ഭരണഘടനയെ സംരക്ഷിക്കുന്ന, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കൂ. അതുകൊണ്ടാണ് ആ പ്രയോഗം തന്നെ കൊണ്ടുവരുന്നത്. അന്തരാത്മാ കി ആവാസ് എന്നാണ് ആ പദപ്രയോഗം. നിങ്ങളുടെ അന്തരാത്മാവിൻ്റെ ശബ്ദത്തിന് നിങ്ങൾ വോട്ട് ചെയ്യൂ, നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യൂ. അതാണ് കോൺഷ്യസ് വോട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ സ്ഥാനാർത്ഥി നിർത്തുന്നത്. പക്ഷേ അത് തിരിച്ചടിച്ചു എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. തെലങ്കാനയിൽ നിന്നാണെങ്കിൽ ആ ഉപദേശീയതയെ രാഷ്ട്രീയ ഗുണകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ചന്ദ്രശേഖരനുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു. ഒരു ചർച്ച അവിടെ ഉണ്ടായില്ല. ഒടുവിൽ എന്താ സംഭവിച്ചത്? BRSന് 4 MP-മാരുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അവർ പങ്കെടുത്തില്ല.
തെരഞ്ഞെടുപ്പിൽ ഇത് മാറി നിന്നു. KCRന്റെ BRS, BJD, അവിടെ 7 പേരുണ്ട് BJDക്ക്. BJD എന്താ, BJDയുമായിട്ട് ഒരു ചർച്ച നടത്താൻ കോൺഗ്രസിൻ്റെ ആൾക്കാർ തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷ കക്ഷികൾക്ക് വേണ്ടിയിട്ട് ഡിന്നർ വെച്ച്, പക്ഷേ അവസാന നിമിഷം പ്രളയം കാരണം അത് മാറ്റിവെച്ച സാഹചര്യത്തിൽ പോലും ഈ BRSുമായിട്ടോ BJDയുമായിട്ടോ ചർച്ച ചെയ്ത് അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ സാധിച്ചില്ല. ഇനി നിങ്ങൾ സുദർശൻ റെഡ്ഡിയാണ് നിർത്തുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ തെലങ്കാനയിൽ നിന്ന് MP-മാരുള്ളൊരു പാർട്ടികളിൽ ഒന്ന് TDP കഴിഞ്ഞാലുള്ളത് YSRCP ആണ്. YSRCPക്ക് 4 ലോക്സഭാ MP-മാരും 7 രാജ്യസഭാ MP-മാരുമുണ്ട്. പക്ഷേ YSRCPയുമായിട്ട് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ 11 YSRCPയിലെ MP-മാരും ആർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു? തെലങ്കാനയിൽ നിന്നുള്ള തെലുങ്ക് സംസാരിക്കുന്ന സുദർശൻ റെഡ്ഡിക്കല്ല അവർ വോട്ട് ചെയ്തത്. അവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തമിഴ്നാട്ടുകാരനായ CP രാധാകൃഷ്ണന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള YSRCPയുടെ 11 MP-മാർ വോട്ട് ചെയ്തു. അവിടെയാണ് സ്ട്രാറ്റജി കിടക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മോദിയുടെയും അമിത്ഷായുടെയും പോൾ മാനേജ്മെൻറ്റ് വിജയം കണ്ടിരിക്കുന്നത് എന്നതാണ്. കണക്കുകൾ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ഞാനിതിനെ 14 വോട്ടുകളുടെ ചോർച്ചയായിട്ടല്ല കാണാൻ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് എന്താണ് കരുതിയത്? ഇന്ത്യ മുന്നണി എന്താണ് കരുതിയത്? അവർക്ക് പരമാവധി 324 വരെ കിട്ടിയേക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ അവസാനം ജയറാം രമേശ് പറഞ്ഞത് 315 ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. കിട്ടിയതെത്ര? 300. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ 15 വോട്ട് അവിടെ നിന്ന് മാറി കിട്ടി. 15 എണ്ണം മാറി. 15 പേര് അബ്സ്റ്റെയിൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. മാത്രവുമല്ല 11 പേര് YSRCPയുടെ ഭാഗത്തുനിന്നും പോയി. 14 വോട്ടുകൾ അപ്പുറത്തേക്ക് മറിഞ്ഞു. 15 പേര് അബ്സ്റ്റെയിൻ ചെയ്തു. 11 YSRCP കിട്ടുമെന്ന് കരുതിയ പ്രതീക്ഷിച്ച വോട്ടും അങ്ങോട്ട് പോയി. മൊത്തം എത്ര വോട്ടിൻ്റെ ഷിഫ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്? 40 വോട്ട്, 14 വോട്ടല്ല. ഞാൻ അവിടെയാണ് കണക്ക് കൂട്ടുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു സഖ്യമായിട്ട് നിൽക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ YSRCPയെ കൂടെ കൊണ്ടുവരാമായിരുന്നു. മറ്റെന്തുമാവട്ടെ, അവരുടെ സ്ട്രാറ്റജി പരാജയപ്പെട്ടു പോയി. ഈ ഉപദേശീയത ആശയം പരാജയപ്പെട്ടു പോയി. ഈ 15 പേർ അബ്സ്റ്റെയിൻ ചെയ്തു. അബ്സ്റ്റെയിൻ ചെയ്തവരിൽ NDA ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് വോട്ട് ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അസാധു ഇൻവാലിഡായ വോട്ടുകളുണ്ട്, മാറി നിന്ന വോട്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു 40 വോട്ടിൻ്റെ കുറവ് അവിടെയുണ്ട്. 14 വോട്ടുകൾ നിശ്ചയമായിട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല NDAക്ക് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ശരിയാണ്, RJDയുടെ 100% വോട്ടും വീണു എന്നാണ് എൻ്റെ വിശ്വാസം. TMCയുടെ 100% വോട്ട് വീണിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം മഹാരാഷ്ട്രയിൽ എത്ര വീണിട്ടുണ്ട് എന്നുള്ളത് അറിയണം. ഈ വൈസ് പ്രസിഡന്റിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ വിപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. വിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വോട്ട് നിശ്ചയിക്കാൻ കഴിയില്ല. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് സാധ്യമാണെങ്കിലും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ വിപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു അവസരമുണ്ട്. അതാണ് ഈ കോൺഷ്യൻസ് വോട്ട് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ വോട്ട് നിശ്ചയമായും പോയി എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ മഹാരാഷ്ട്രയിലെ ഗവർണറായിരുന്ന സമയത്ത് ഇപ്പോഴും CP രാധാകൃഷ്ണൻ അവരുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു താല്പര്യമുണ്ട്. 2, അവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ, ശിവസേന വിഭാഗത്തിൽ നിന്ന് നിശ്ചയമായിട്ടും ആ വോട്ട് പോയിട്ടുണ്ട്. ആടി നിൽക്കാനാണ്, ഷിൻഡയുടെ ഭാഗത്തേക്ക് എപ്പം അറിയണം എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുന്ന വോട്ടുകളാണ്. ആം ആദ്മി പാർട്ടി ബന്ധം ഉണ്ടാക്കാൻ വളരെ കഴിവുള്ള ആളാണ്. അത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തെ BJPയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചൊരു നേതാവിനാണോ? വളരെ നല്ല രീതിയിൽ ലൈസൻ വർക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച പ്രഭാരി എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാരിയുടെ പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത് BJPയിലേക്ക് കൂടുതൽ വ്യക്തിത്വങ്ങളെ ആകർഷിക്കുന്ന പണിയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പ്രകാശ് ജാവ്ദേക്കറാണ്, അറിയാലോ, UP ജയരാജനെയൊക്കെ പോയി കാണാൻ പോയത്. അപ്പോൾ എൻ്റെ ടേക്ക് ഇതാണ്. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ മുന്നണി അപകടത്തിലാക്കുന്നു എന്നുള്ളത് വസ്തുതയാണെങ്കിലും പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപിൽ അതിനേക്കാൾ കൂടുതൽ NDAയ്ക്കും പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും BJP ക്യാമ്പിനും അത് ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഒരിക്കൽ കൂടി നമുക്ക് എഴുതിത്തള്ളാൻ പറ്റാത്ത പോൾ മാനേജ്മെൻറ്റ് വൈഭവം പ്രകടിപ്പിച്ചിരിക്കുന്നത് മോദി അമിത്ഷാ ടീമാണ്. അതുകൊണ്ട് ഇത് എൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു മോദി, അമിത്ഷാ ആൻഡ് BJP ക്യാമ്പ്. നമുക്ക് ഇന്ത്യ മുന്നണി അപകടത്തിലോ എന്നാണ് ചോദ്യം. ജിമ്മി, ഇന്ത്യ മുന്നണി അപകടത്തിലാണോ എന്നുള്ളത് കാലം തെളിയിക്കും. പക്ഷേ ഒരു സുവർണ അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഒരു കാരണവശാലും ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് ആരും പ്രതീക്ഷിച്ചതല്ല. ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന RSSന് വേണ്ടി എന്തും ചെയ്യുന്ന കോടാലിക്കൈയായി പ്രവർത്തിച്ച ഒരാളെ നാണം കെടുത്തി ആ പദവിയിൽ നിന്ന് പറഞ്ഞു വിടുക. ഇപ്പോഴും ജഗദീപ് ധൻഖർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന BJP, ഇത്രയും അപകടം നാണക്കേട് BJPക്ക് നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് ചെയ്ത ഒരു ആരോപണം, ആദ്യമായി BJPക്കെതിരെ കോൺഗ്രസിൻ്റെ ഒരു ആരോപണം ക്ലച്ച് പിടിച്ചു തുടങ്ങുകയും ഇന്ത്യയിലെ മാധ്യമങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധിയുടെ പടയോട്ടം അതിങ്ങനെ കർണാടകത്തിൽ നിന്ന് ഇങ്ങനെ കുതിച്ചു വരുന്നു, ബീഹാർ തിരഞ്ഞെടുപ്പ് വരുന്നു. ഇതൊക്കെയാണ് അനുകൂലമായ സാഹചര്യം.
ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഉണ്ടായ തിരിച്ചടിയെ 3 ഘട്ടമായി കാണണം. ഒന്ന്, തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലെ അപകടം. 2, തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ അപകടം. 3, തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് പ്രതികരിച്ചത് എന്നുള്ളതിലെ പ്രശ്നം. ഒരു കാര്യം ഓർത്ത് നോക്കൂ, ഈ ഇലക്ഷനിൽ മാറി നിന്ന പാർട്ടികളുടെ കാര്യം മാത്രം എടുക്കാം. ഒന്നാമത്തേത് ബിജു ജനതാദൾ ഒറീസയിലാണ്. BJPയുടെ കൂടെ കൂടി കുറേ കാലം ഭരിച്ച ശേഷം BJP പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് BJP സ്വന്തമായി ഒറീസ പിടിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ബിജു ജനതാദളിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കലി ഈ BJPയുടെ കൂടെ ആയിരിക്കണമല്ലോ. പക്ഷേ ആ ബിജു ജനതാദളിൻ്റെ അവർക്ക് 7 വോട്ടുണ്ട്. ആ വോട്ട് ഇന്ത്യ സഖ്യത്തിന് നേടാനായില്ല. അത്ഭുതമല്ലേ? BJPയാണ് അവിടെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവിനോടൊരു വിരോധം കാണിക്കാനുള്ള അവസരം കാത്തിരിക്കുന്ന ബിജു ജനതാദളിനെ ഉപയോഗിക്കാൻ കൂടെ കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. അടുത്തത്, നിങ്ങൾ ആന്ധ്രയിലേക്ക് പോകൂ. YSR കോൺഗ്രസ്. YSR കോൺഗ്രസിൻ്റെ പ്രശ്നം അവിടെ തെലുങ്കുദേശം പാർട്ടി BJPയുടെ കൂടെ ചേർന്ന് ജൈത്ര യാത്ര നിസാരമായി YSR കോൺഗ്രസിനെ ഒരു മൂലയിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. BJPയോട് കലിയുള്ള വേറൊരു രാഷ്ട്രീയ സഖ്യം. പഴയ കോൺഗ്രസ്സുകാരനുമാണ് ഈ YSR കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അപ്പോൾ അവിടെ 11 വോട്ടാണ്. 7-4. 7 ലോക്സഭയിൽ 11 തിരിച്ച് 4 രാജ്യസഭയിൽ, ലോക്സഭയിൽ 7 രാജ്യസഭയിൽ. അപ്പോൾ അവിടെയും BJP കാരണം ഒരു മൂലയിൽ ഒതുങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് നിങ്ങൾക്ക് നിർബന്ധമായും കിട്ടേണ്ടതല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ആ 11 വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു പാർട്ടി BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. YSR കോൺഗ്രസ് BJPക്കാണ് വോട്ട് ചെയ്തത്. അങ്ങനെയാണ് BJPക്ക് ഇത്തവണ ഒരു പ്രതീക്ഷിച്ച വോട്ട് 430 മുകളിലേക്ക് കടന്നത്. അല്ലെങ്കിൽ അത് കടക്കൂല. 2 കാര്യത്തിൽ 2 അപകടം പറ്റി. മൂന്നാമത്തേത് വിട്ടുനിന്നത് BRS ആണ്. അത് തെലങ്കാനയിലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസ് ആണ് അവിടെ BRSനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. അത് കിട്ടില്ല എന്ന് വരും. പക്ഷേ നോക്കൂ, എനിക്ക് അത്ഭുതം, YSR കോൺഗ്രസിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത്? ആരായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി? അത് സുദർശൻ റെഡ്ഡിയാണ്. ഈ സംസ്ഥാനത്ത് നിന്നാണ്. ഒരുപക്ഷേ ഈ ഒരൊറ്റ കാരണം വെച്ചിട്ടായിരിക്കാം സുദർശൻ റെഡ്ഡി സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ. YSR കോൺഗ്രസിൻ്റെ വോട്ട് നേടുക, ഒരു ആന്ധ്ര വികാരം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല. അങ്ങനെ നിർണായകമായ ഒരു 18 വോട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് തന്നെ. അപ്പുറത്ത് മാനേജ് ചെയ്തോന്ന് എങ്ങനെ അറിയാം? എവിടെ? അതവരുടെ കഴിവല്ലേ? കഴിവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭയപ്പെടുത്തിയിട്ടുള്ള കഴിവൊക്കെ ഒരു നേതാവിനെ അതേ കഴിവായി അവതരിപ്പിക്കാതിരിക്കും. ഒരു നേതാവിനെ അത് വളരെ വലിയൊരു കഴിവാണ്. മാനേജ്മെന്റ് അല്ലേ? സാഹചര്യം നിങ്ങൾക്ക് അനുകൂലം, പക്ഷെ നിങ്ങളത് ഉപയോഗിച്ചില്ല. നിങ്ങൾക്കത് എന്തുകൊണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. എനിക്ക് അത്ഭുതം, ഒറീസയിലും ആന്ധ്രാപ്രദേശിലും BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ പാർട്ടികൾ, ആ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനെ സഹായിച്ചില്ലെങ്കിൽ ഇനി എന്ന് സഹായിക്കാനാ? മാത്രമല്ല, ആന്ധ്രാക്കാരനായ വളരെ വലിയ പേരുള്ള ഒരു ജഡ്ജി വരുന്നു. ഉപദേശീയതയാണെങ്കിൽ അത് പറയാം, BJP വിരോധമാണെങ്കിൽ അത് പറയാം. ഇതൊന്നും ഉണ്ടായില്ല. മാത്രവുമല്ല, അവിടെ മിഥുൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരു MP ഉണ്ടല്ലോ. ആ MPയെ ജയിലിൽ അടച്ചത് ഈ TDPയും BJPയും ചേർന്ന YSRCPയുടെ MP അയാൾ. അതെ. അതിന് തൊട്ട് മുമ്പാണ് TDPയുടെ നേതാവിനെ ജഗൻമോഹൻ എടുത്ത് ജയിലിൽ തൂക്കിയിട്ടത്. അങ്ങനെ വളരെ വലിയ ശത്രുതയുള്ള സ്ഥലമാണ്. അത് നടന്നില്ല. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനുണ്ട്. സത്യത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് എത്രയാണ്? അത് 300 ആണോ, 313 ആണോ, 315 ആണോ, 324 ആണോ? പല പല കണക്കുകളുണ്ട്. നമുക്ക് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയോട് ചേർത്താൽ 324, അതല്ലെങ്കിൽ 313. എങ്ങനെയാണ് ഏറ്റവും അവസാനം ജയറാം രമേശ് 315 ട്വീറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരി, 313 ആണെന്ന് വിചാരിച്ചോളൂ. അത് ആപ്പ് ഒഴിവാക്കിയിട്ടാണ്. അല്ല, ആപ്പ് ഒഴിവാക്കിയാൽ 313 വരാം. 13 രണ്ടും കൂടെ കൂട്ടിയിട്ട് 315 പുള്ളി ഫിക്സ് ചെയ്തത്. 313 കൂടെ ആപ്പിന്റെ 324. ഒന്ന് ആസാദ് പാർട്ടിയിൽ നിന്ന് ചന്ദ്രശേഖർ ആസാദും പിന്നെ ഒവൈസി പിന്തുണ പ്രഖ്യാപിച്ചു. ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ ഈ ഒവൈസിയുടെ വോട്ട് നോക്കുമ്പോൾ ഒവൈസി പിന്നെ മിണ്ടിയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം വോട്ട് ചെയ്തോ ഇല്ലെന്നുള്ളത്. ശരി, എന്നാലും ഇരുന്നോട്ടെ. അപ്പോൾ 315 അവർ പറഞ്ഞു, 315 പ്രതീക്ഷിച്ചു എന്ന് വിചാരിക്കൂ. 300 വോട്ടേ കിട്ടിയുള്ളൂ. 15 വോട്ട് അസാധുവാണെന്ന് പറയുന്നു. ഈ 15 വോട്ട് അസാധുവാണ്. ഈ 15 വോട്ടും ഇന്ത്യ സഖ്യത്തിൻ്റെ അസാധുവാണെന്ന് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ല. അത് ശരിയാവാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് അസാധുവുമായിട്ടുണ്ടാകാം. എന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യം ഉറപ്പിച്ച 15 വോട്ടിൽ 15 ഇന്ത്യ സഖ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കുറച്ച് വോട്ടുകൾ ക്രോസ് വോട്ടിങ്ങിൽ പോയിട്ടുണ്ടാവാം, കുറച്ച് വോട്ടുകൾ അസാധുവായിട്ടുണ്ടാകാം. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കുറച്ച് വോട്ടുകൾ അസാധുവായി പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു മിക്സാണ്.
ഇനി ആരൊക്കെയാണ് ഇന്ത്യ സഖ്യത്തെ ചതിച്ചത്? ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ആം ആദ്മി പാർട്ടി അവിടെ ഡൽഹി അധികാരത്തിൽ നിന്ന് പോയ ശേഷം ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നതും കൂടി ചേർത്ത് കൊടുത്താൽ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. ഒരാളും ചോദിക്കാനും പറയാനുള്ള അവസ്ഥയിൽ അവർ തന്നെ പറയുന്നതനുസരിച്ച് കുറച്ച് പണച്ചാക്കുകളെ പൈസയൊക്കെ വാങ്ങിച്ച് ഇലക്ഷന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച അങ്ങനെ കുറേ ആളുകളൊക്കെയാണ്. അവരാർക്ക് വോട്ട് ചെയ്യുമെന്ന് ആം ആദ്മി പാർട്ടിക്ക് പോലും ഒരു പിടിയില്ല. ഈ തെരഞ്ഞെടുപ്പ് സംഭവത്തിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ ട്വിറ്റർ ഹാൻഡിലുകൾ നിശബ്ദമാണ്, ഒന്നും പറയുന്നില്ല. ഒരു പക്ഷേ അവിടെ അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടായേക്കാം. മറ്റൊന്ന്, ജാർഖണ്ഡ് മുക്തി മോർച്ച ഈ കാര്യത്തിൽ ചില ആളുകൾ പാലം വലിച്ചിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. മഹാരാഷ്ട്രയിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ശിവസേനയുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗത്തിലെ ചില ആളുകൾ വോട്ട് മറിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ഇതൊന്നുമല്ല, തമിഴ്നാട്ടിൽ DMK-യിലും ചില വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ടാകാം എന്നും വിചാരിക്കുന്നു. ഇതിനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഡൽഹിയിൽ അവിടുത്തെ പാർലമെൻറ്റ് രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള MP-മാർ തന്നെ പറയും അവിടെ BJP ആളുകളെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 പേരെ സ്കെച്ച് ചെയ്തെന്നാണ് പറയുക. 5 പേരെ വോട്ട് മറിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രത്യേകം ആൾ പോവും. എന്നിട്ട് കേസുകളിൽ നിന്ന് ഒഴിവാക്കി കേൾക്കാനോ പണം വാഗ്ദാനം ചെയ്യാനോ ഒന്നുമല്ലെങ്കിൽ അമിത്ഷാ നിങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞ് ഇതിനല്ലേ നിങ്ങൾ കഴിവെന്ന് പറയുന്നത്? ആളുകളെ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വോട്ട് മറിക്കാൻ പറ്റിയില്ല എന്നാണ്. ഈ വോട്ട് നിങ്ങൾക്ക് മറിക്കാൻ പറ്റിയില്ല എന്നാണ്. കേൾക്കൂ. അപ്പോൾ അത് അംഗീകാരം ഇല്ലെന്നുള്ളതല്ല, ഇങ്ങനെയാണ് ഡൽഹിയിലെ ഓപ്പറേഷൻ. അപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച രഹസ്യ ബാലറ്റ് ആണെങ്കിൽ ഗംഭീരമായി. ഇതല്ലെങ്കിൽ തന്നെ പരസ്യ ബാലറ്റ് ആണെങ്കിൽ എന്താ ചെയ്യാമെന്നറിയാം. അപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച ഒരു പ്രാവശ്യം വിപ്പ് കൊടുത്തില്ല. അത് ചെയ്താലും മതി, ഇഷ്ടമുള്ള വോട്ട് ചെയ്യാമല്ലോ, പദവി നഷ്ടമാവില്ല. അപ്പോൾ വിപ്പ് കൊടുക്കാതിരിക്കുക. രഹസ്യ ബാലറ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ പ്രതിപക്ഷ MP-മാരുടെ പുറകെ BJP-യുടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് നെഗറ്റീവ് അർത്ഥത്തിലോ പോസിറ്റീവ് അർത്ഥത്തിലോ നമുക്ക് വേറൊരു വിഷയം ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ, ഒരു നല്ലൊരു അവസരത്തിൽ ഇന്ത്യ സഖ്യത്തിന് അത് പോയി അതെങ്ങനെയാണ് സംഭവിച്ചതെന്നതിൻ്റെ വിലയിരുത്തലാണ് നമ്മൾ ഈ നടത്തുന്നത്. അങ്ങനെ BJP MP-മാർ BJP-യുടെ ഇലക്ഷൻ മാനേജേഴ്സ് ഇന്ത്യ സഖ്യത്തിലെ MP-മാരെ നോട്ടമിടുകയും കുറേ പേരെ മറിച്ചിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ചില വോട്ടുകൾ എന്നിട്ടും ഇത് തെറ്റായി വോട്ട് ചെയ്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ നഷ്ടമല്ല, അതേസമയം BJP സഖ്യത്തിനും അങ്ങനെ വലിയ വിജയമെന്ന് പറയാനില്ല. ഉണ്ട് 324 27 നിന്ന് 52 വന്നിട്ടില്ലേ? അതല്ല പറഞ്ഞത്, നിങ്ങൾ 452 വന്നില്ലേ? ആം ആദ്മി പാർട്ടിയെ വിടൂ. ആം ആദ്മി പാർട്ടി ഏറ്റവും അവസാനം വന്നതും ആം ആദ്മി പാർട്ടിക്ക് എന്താണെന്ന് തന്നെ രൂപമില്ലാതെ ഞാൻ പറഞ്ഞു. 315 315-ൽ ഒരു 7 വോട്ടുകൾ പോയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ 7 വോട്ടുകൾ ബാക്കിയുള്ള ചിലപ്പോൾ ഇൻവാലിഡായി പോയതും ആവാം എന്നുള്ളതാണ്. പക്ഷേ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ സഖ്യം താഴെത്തട്ടിലുണ്ടാക്കിയ വളരെ വലിയ ഒരു പ്രകമ്പനം, അതിൻ്റെ ഒരു ചൂരും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കൂടെയുള്ള MP-മാർക്കും മനസ്സിലായില്ല. അതെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ജനം മുഴുവൻ നോക്കി നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട അവസരം വരുന്നു. ഇത് BJP ഒരിക്കലും ആഗ്രഹിച്ചതല്ല, ഗതികെട്ടിട്ടാണ് ജഗദീപ് ധൻഖറെ പുറത്താക്കിയത്. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ആ ഒരു അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട്. ഇന്ത്യ സഖ്യം തകരുകയല്ല, ഇന്ത്യ സഖ്യം മുന്നോട്ട് കുതിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് പ്രശ്നം. ഇനി അടുത്തത്, ഈ സുദർശൻ റെഡ്ഡി ഒരു ജസ്റ്റിസാണ്. സുദർശൻ റെഡ്ഡിയെ കൊണ്ടുവരുമ്പോൾ അത് ആന്ധ്ര വികാരമൊക്കെ ഉയർത്താനാണ് ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെ അടുത്തൊരു അപകടമുണ്ട്. നോക്കൂ, ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യായാധിപന്മാരെ പദവികൾ കാണിച്ച് വസൂലാക്കുന്നു, കൂടെ വരുത്തുന്നതാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് പരാജയപ്പെടുകയും ഇനി എന്താ വരിക? ഒരു ജഡ്ജിയെ BJP ഏതെങ്കിലും പദവി കൊടുത്തപ്പോൾ നിങ്ങൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ജസ്റ്റിസിനെ കൊണ്ടുവന്നില്ലേ? ജയിച്ചോ ഇല്ലെന്നുള്ള വേറൊരു കാര്യം, പക്ഷേ നിങ്ങളത് ചെയ്തില്ലേ? അപ്പോൾ സ്ട്രാറ്റജിക്കലി ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ചടിക്കാൻ പോവുകയാണ് ബി സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം. നിങ്ങളൊരു ജസ്റ്റിസിനെ മറ്റു പല ഉദ്ദേശങ്ങൾ കൊണ്ടായിരിക്കാം, ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച ആളെന്നൊക്കെയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഇന്ത്യ മുന്നണി ഉയർത്തുന്ന ആരോപണത്തിന് ഒട്ടും കൂടെ നിൽക്കുന്ന ഒരു കാര്യമല്ല ഈ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇനി പാരയാകാൻ പോകുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തോറ്റു. അതിനുശേഷം ഇത് അന്വേഷിക്കണം, പരിശോധിക്കണമെന്ന് പരസ്യമായ ഒരു നേതാവ് പറയുന്നതിലൂടെ ഒരു പ്രശ്നം നമ്മുടെ കൂടെ വോട്ട് പോയി എന്നുള്ളതും മൊത്തത്തിലൊരു ആകെ ഒരു അസ്വസ്ഥത ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കി എന്നുള്ളതുമാണ്. പകരം വളരെ ധൈര്യത്തോടു കൂടി ഇന്ത്യ മുന്നണിയുടെ ഒരു യോജിച്ച പ്രസ്താവന, ഇന്ത്യ മുന്നണി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഇങ്ങനെയാണ്, എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ തെരഞ്ഞെടുപ്പ്. 2002 LK അദ്വാനിയുടെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് എതിർ പാർട്ടിക്ക് കോൺഗ്രസ്സിന് തൊട്ടടുത്ത് വരെ എത്താനായത്. അന്ന് 40.16 ഇന്ന് 39
4-8 അങ്ങനെയാണ്. വളരെ ചെറിയ 5 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ BJP ആയിരുന്നെങ്കിൽ ഈ പരാജയത്തെ വിജയമാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും വിജയമാക്കുന്ന രീതിയിലുള്ള ഒരുമിച്ചുള്ള ചില പ്രകടനങ്ങളും കണ്ടേനെ. അതും ഉണ്ടായില്ല. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളിൽ, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിൻ്റെ അനുഭവ പരിചയത്തിൽ നിന്നുള്ള മുന്നൊരുക്കങ്ങളിൽ, ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ, ഈ 3 കാര്യങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു അവസരം നഷ്ടമായി എന്നാണ് ഞാൻ കരുതുക. സുവർണ അവസരമായിരുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരിച്ചടി വലിയ വിഷയമാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നഷ്ടപ്പെടുത്തി കളഞ്ഞത് സുവർണ അവസരമാണ്, തർക്കമില്ല. ഇന്ത്യ മുന്നണി അപകടത്തിലോ എന്നായിരുന്നു ചോദ്യം. 2 പേർ യെസ്, 2 പേർ നോ.